ഹായ്, വെൽക്കം ടു CC Plus. ഞാൻ അനന്തു. ഇപ്പം എല്ലാവരും നവോദയ എക്സാമിന് വേണ്ടിയുള്ള ലാസ്റ്റ് ടൈം പ്രിപ്പറേഷൻസിലാണ്. എല്ലാവരും മെൻ്റൽ എബിലിറ്റിയുടെ കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് നോക്കുന്നു. അപ്പം ഞാനും എൻ്റെ സൈഡിൽ നിന്ന് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് നമുക്ക് അതിനകത്ത് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുവാണ്. അപ്പം എല്ലാവരും മെൻ്റൽ എബിലിറ്റി പഠിക്കുക എന്ന് പറഞ്ഞാൽ കാണാതെ പഠിക്കുക അല്ലെങ്കിൽ എഴുതി പഠിക്കുക അങ്ങനെയൊന്നുമില്ല. നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യുക. എത്ര ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് പോകാൻ പറ്റുമോ? ഇപ്പോൾ ഒരു 500 ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് നമുക്ക് എക്സാമിന് മുമ്പ് പോകാൻ പറ്റുമെങ്കിൽ ഓക്കെ, ഏറ്റവും നല്ലതായിരിക്കും. ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ള ഒരു സെഷൻ മാത്രമേ നമുക്കിതിലുള്ളൂ. വേറെ നമുക്ക് എഴുതി പഠിക്കാനോ അല്ലെങ്കിൽ കാണാതെ പഠിച്ചു വെക്കേണ്ട കുറേ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ 2-3 റൂളുകളുണ്ട്. നിങ്ങൾക്കറിയാം, മിറർ ഇമേജിലുണ്ട്, അതേപോലെ തന്നെ ആൻറ്റി ക്ലോക്ക് വൈസ്, അതേപോലെ നമുക്ക് 1 amp 2 amp അങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളേ ഉള്ളൂ. ബാക്കിയൊക്കെ നമുക്ക് ഫിഗേഴ്സ് വെക്കുക. നിങ്ങൾ ഒന്ന് ബ്രെയിൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ സുഖമായിട്ട് പെട്ടെന്ന് കിട്ടും. അതും നമുക്ക് 1 hour തന്നിട്ടുണ്ടെങ്കിലും നമ്മളൊരു 25 minutes കൊണ്ട് ചെയ്ത് തീർക്കണം ഈ 40 ക്വസ്റ്റ്യൻ. എങ്കിൽ മാത്രമേ നമുക്ക് മാത്സിന് വേണ്ടി സമയം കണ്ടെത്താൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യൻസിലേക്ക് പോയാലോ? അതിനു മുമ്പ് നോക്കിയേ, നമ്മുടെ കഴിഞ്ഞ വർഷത്തെ CC Plusലെ വിന്നേഴ്സാണ്. അപ്പോൾ ഇവരെല്ലാം എന്താണ്, നല്ല രീതിയിൽ പഠിച്ചിട്ടാണ്. ഇപ്പം ഇതിടാൻ കാരണം എന്താ? ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങൾ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്താൽ മാത്രമേ ഇതേപോലെ നവോദയ 2025 മിന്നും വിജയമായി CC Plus വിദ്യാർത്ഥികൾ എന്ന് വെക്കുന്നതിൻ്റെ അവിടെ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഫോട്ടോ വരണമെങ്കിൽ ഇവർ കഷ്ടപ്പെട്ടതുപോലെ തന്നെ, ഹാർഡ് വർക്ക് ചെയ്തതുപോലെ തന്നെ, ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തതുപോലെ CC Plusലെ ടീച്ചേഴ്സും സാറുമാരും എല്ലാം പറയുന്ന കാര്യങ്ങളെല്ലാം അതേപടി അനുസരിച്ച് ചെയ്തു പോയവരാ. അപ്പം നിങ്ങളും അതേ രീതി ഫോളോ ചെയ്യുവാണെങ്കിൽ ഉറപ്പായിട്ടും അടുത്ത വർഷത്തെ 2025 ഈ പോസ്റ്ററിൽ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കാം. നമ്മുടെ 30-day ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എൻക്വയറിക്ക് വേണ്ടി നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ന്യൂ ബാച്ച് ആണ്. അപ്പോൾ നമ്മുടെ നമ്പറിൽ വിളിക്കേണ്ടത് 9496949929 വിളിച്ച് എൻക്വയറി എല്ലാവരും എടുക്കുക കേട്ടോ. ഡീറ്റെയിൽസ് ഞാൻ ലാസ്റ്റ് പറയാം, എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതേ നോക്കിക്കേ, ഫസ്റ്റ് 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമുക്കപ്പോൾ നോക്കിയാലോ? നോക്കിക്കേ, ഫസ്റ്റ് സെക്കൻഡ്, ഇതാണ് ഫസ്റ്റ് വൺ, ഇതാണ് സെക്കൻഡ് വൺ. ഇത് ഏത് സെഷനിൽ നിന്ന് വരുന്നതാണ്? ഓഡ് മാൻ ഔട്ടിൽ നിന്നാണല്ലേ, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഓഡ് മാൻ ഔട്ടിൽ എവിടെയാണ്, ഏതാണ് ആൻസർ എന്ന് നോക്കിയേ. ഫസ്റ്റ് വൺ, ഒരു സ്ക്വയർ ഉണ്ട്, അതിനുള്ളിൽ ലൈൻസ് ഉണ്ട്, അതിനകത്തൂടെയും എന്തുണ്ട്, ഒരു ചെറിയ ലൈൻ പോയിട്ടുണ്ട്. ഇവിടെ എന്തുണ്ട്, സെയിം സ്ക്വയർ ഉണ്ട്, ആ ഒരു ഡയഗണൽ ഉണ്ട്, സ്ക്വയർ ഉണ്ട്, ഡയഗണൽ ഉണ്ട്, സ്ക്വയർ ഉണ്ട്, ഡയഗണൽ ഉണ്ട്. ഇവിടെ എല്ലാത്തിലും ആദ്യത്തേതിൽ സെന്ററിൽ ഡയഗണലിലാണ് ലൈൻ. ബാക്കി എല്ലാ ആൾക്കാരിലും സ്ക്വയറിന്റെ ഒരു സൈഡിലാണ് നമുക്ക് ഈ ലൈൻ, സ്ട്രെയിറ്റ് ലൈൻ വന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ 3 പേര് ഒരേപോലെയും ഒരെണ്ണം ഡിഫറൻ്റ് ആയിട്ടുള്ളത് ഏത് ഓപ്ഷൻ ആണ്? ഓപ്ഷൻ എ ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരിക കേട്ടോ. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നോക്കിക്കേ. കിറ്റ്, KIT തന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ ആൽഫബറ്റ്സ് സ്പെല്ലിംഗ് ആണ് നോക്കുന്നത്. KIT ഉണ്ട്, TIK ഉണ്ട്, ITK ഉണ്ട്, IKC ഉണ്ട്. ഇപ്പം ഇതിൽ KIT ഉണ്ട്, ഇവിടെയുണ്ട് KIT, 3 ലെറ്റേഴ്സും ഉണ്ട്. ഇവിടെയുണ്ട് K ഉണ്ട്, I ഉണ്ട്, T ഉണ്ട്. പക്ഷെ ഇവിടെ വരുമ്പം KIC ആണ്, T ഇല്ല. സോ നമുക്ക് ഓഡ് മാൻ ഔട്ട് ആയിട്ട് എടുക്കാൻ പറ്റുന്നത് ഓപ്ഷൻ ഡി ആണ് കേട്ടോ. വ്യത്യസ്തനായിട്ടുള്ള ആളെയാണ് നമ്മൾ എടുക്കുക. അടുത്ത ക്വസ്റ്റ്യൻ ഏത് പാർട്ടിൽ നിന്നുള്ളതാ? ഫിഗർ മാച്ചിങ്ങിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ഫിഗർ മാച്ചിങ് എല്ലാവരും ഞാൻ എന്ന് പറയുന്നത് പോലെ തന്നെ പോസ് ചെയ്ത് വെക്കുക, ആൻസേഴ്സ് മാർക്ക് ചെയ്യുക. ഞാൻ പറയുന്നത് തന്നെയാണോ നിങ്ങൾക്ക് കിട്ടിയത് എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക. അങ്ങനെ തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. അല്ലാതെ ഞാൻ പറയുന്നത് മൊത്തം കേട്ടിരിക്കുക ഒന്നും ചെയ്യണ്ട. പോസ് ചെയ്ത് വെക്കുക, നിങ്ങൾ ചെയ്യുക. ഓക്കെ, അപ്പം നോക്കിക്കേ, 4 സൈഡിലേക്കും ആരോസ് പോയിട്ടുണ്ട്. ഇവിടെയാണെങ്കിൽ ഈ ഒരു സൈഡിൽ ആരോ തിരിഞ്ഞ് മേളിലേക്കാണ് പോകുന്നത്. സോ പറ്റത്തില്ല, ഇവിടെ നമുക്ക് പറ്റത്തില്ല. ഈ 2 ഓപ്ഷൻസും നമ്മൾ കളഞ്ഞു. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നമുക്ക് ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്ത് വെട്ടിക്കളഞ്ഞ് കറക്റ്റ് ആൻസറിലേക്ക് എത്തുക കേട്ടോ. അപ്പൊ അടുത്തതിൽ നോക്കിക്കേ, അടുത്തതിൽ ആരോസ് എല്ലായിടത്തേക്കും ആരോസ് പുറത്തേക്കാണ് പോകുന്നത്. ഇവിടെ ഒരെണ്ണം ഉള്ളിലേക്കാണ് കാണിക്കുന്നത്, അല്ല അങ്ങനെയാണ് ഒരു ആരോ. ഇവിടെയും തെറ്റാണ്. സോ ഓപ്ഷൻ എയും ബിയും ഡിയും നമ്മൾ റോങ് ആണെന്ന് മനസ്സിലാക്കി C ആണ് നമുക്ക് ആൻസർ വരിക. ഈ ക്വസ്റ്റ്യൻ 4 എണ്ണത്തിനും കൂടെ 1 മിനിറ്റേ നിങ്ങൾ എടുക്കാവുള്ളൂ കേട്ടോ. ഫിഗർ മാച്ചിങ്, ഈ തന്നിരിക്കുന്ന സെയിം ഫിഗർ ഇവിടെ എവിടെ എന്ന് കണ്ടുപിടിക്കുന്നതിന് 1 മിനിറ്റ് കൊണ്ട് നിങ്ങൾ ആ 4 ക്വസ്റ്റ്യൻ ചെയ്ത് തീർത്തിരിക്കണം ആ ഒരു പാർട്ടിൽ. അത്രയ്ക്ക് സിമ്പിളായിട്ട് നമുക്ക് പോകും. അടുത്തത് നോക്കിക്കേ, ഒരു പെൻറ്റഗൺ ഉണ്ട്, അതിനകത്ത് കുറേ ഡയഗണൽസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം.
ഏതൊക്കെ നമുക്ക് വരും എന്ന് ആദ്യമേ എല്ലാവരും നോക്കുക. നമുക്ക് നോക്കിയേ 1 2 3 4 4 ലൈൻസ് വരണം. ഇവിടെ നോക്കിക്കേ 1 2 3 4 1 5 ആയില്ലേ. ഇനി അടുത്തത് നോക്കിക്കേ, ഇവിടെയാണെങ്കിൽ ഇല്ല. അടുത്തതിൽ നോക്കിക്കേ 1 2 3 4 അത് 4 ഉണ്ട്. ഇനി ഇവിടെയാണെങ്കിലോ 1 2 3 4 ഇങ്ങനെ 4 വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ ആയിട്ടൊന്ന് നോക്കിക്കേ, എവിടെയാണ് നമുക്ക് കറക്റ്റ് ആയിട്ട് നമ്മുടെ ഈ സെയിം ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതെന്ന് നമ്മൾ അനലൈസ് ചെയ്യണം. ഇതേപോലെ 2 എണ്ണമൊക്കെ ഒരേപോലെ വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ക്വസ്റ്റ്യൻ എവിടെയെന്ന് അനലൈസ് ചെയ്യാം. നോക്കിയേ, നമുക്ക് ഈ ഒരു ഭാഗം ഇങ്ങനെയാണ്, ഇവിടെയാണ് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് എ പോലെ വരുന്നത്. ഈ ഒരു പടത്തിൽ അത് ഇപ്പറയാണ്, നമുക്ക് വരേണ്ടത് ഇങ്ങനെയാണ്. കണ്ടോ, ഇങ്ങനെയല്ലേ സെയിം വന്നിരിക്കുന്നത്. സോ ആൻസർ നമുക്ക് ഏതേ വരുന്നേ, ബി ആണ്. ഡി വരത്തില്ല. കാരണം എന്താ, ഡി ഇവിടുന്ന് ഇങ്ങോട്ടല്ലേ, നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ടാണ് വരേണ്ടത്, ആദ്യമേ ഇരിക്കുന്ന ആള് കേട്ടോ. അപ്പൊ നമുക്ക് എന്ത് വരും, ഓപ്ഷൻ ബി ആൻസർ ആയിട്ട് വരും. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ, ഇത് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ പാറ്റേൺ കംപ്ലീഷൻ ആണ്. പാറ്റേൺ കംപ്ലീഷൻ. പാറ്റേൺ കംപ്ലീഷൻ നോക്കിക്കേ, ഈ ഒരു പാറ്റേൺ കംപ്ലീറ്റ് ചെയ്യണം. ഇവിടെ 3 സ്ഥലത്തും ഒരേപോലത്തെ ആൾക്കാരായിരിക്കുന്നത് അല്ലേ, ഒരേപോലെ. ഇവിടെയുള്ള ആളെയാണ് ഇപ്പുറത്തേക്ക് ഇങ്ങനെ വെച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെയുള്ള ആളായിരിക്കണം ഇങ്ങോട്ട് വരിക. അപ്പൊ ഇതേപോലെയുള്ള ആൾ നമ്മുടെ ഓപ്ഷനിൽ ഏതാണെന്ന് നോക്കുക. ഓപ്ഷൻ എ വരത്തില്ല, നമ്മൾ ക്യാൻസൽ ചെയ്തു. ഓപ്ഷൻ ബിനെ വെയിറ്റിംഗ് ലിസ്റ്റിൽ ഇട്ടു, എല്ലാം പുറത്തേക്ക് പോകുന്നുണ്ട്. ഇവിടെ എന്താണ്, 2 എണ്ണം ഉള്ളിലേക്കാണല്ലേ. സോ നമുക്ക് ഇത് കട്ട് ചെയ്യാം. ഇവിടെ ഉള്ളിലേക്കുണ്ട്, അതും കട്ട് ചെയ്യും. നമുക്ക് എന്ത് കിട്ടി, ആൻസർ ഓപ്ഷൻ ബി വെച്ചാലാണ് ഇത് കംപ്ലീറ്റ് ആവുക നമുക്ക് കിട്ടി. ഇനി അതേപോലെ ഇതിന്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് നോക്കിക്കേ. ഈ പാറ്റേൺ കംപ്ലീറ്റ് ചെയ്യണം. ഈ പാറ്റേൺ കംപ്ലീറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ അത് ഇവിടെ ഇങ്ങനെ ഒരു ലൈൻ വന്ന് കണക്ട് ചെയ്യും. പിന്നെ ഓരോ മൂലയിലും എന്തുണ്ട്, ഒരു ചെറിയ സ്ക്വയർ ഉണ്ട്. ഇനി ഉള്ളിലായിട്ട് 1 2 3 4 4 ഡോട്ട് കൊടുക്കണം. 1 2 3 4 4 ലൈൻസ്, റൗണ്ട്സ്, സർക്കിൾസും വരണം, ഹാഫ് സർക്കിൾസും വരണം. അപ്പൊ ഇങ്ങനെയുള്ളൊരു ഓപ്ഷൻ ഇതിൽ ഏതാണോ അതായിരിക്കും നമ്മുടെ ആൻസർ. നോക്കിയേ, 1 വരത്തില്ല, എ വരത്തില്ല. ബിയിൽ ഇത് ഇവിടെ വന്നിട്ടുണ്ട്, സോ വരത്തില്ല. സിയിൽ സ്ക്വയർ ഇവിടെയാണോ വരേണ്ടത്, അല്ല, സ്ക്വയർ വരേണ്ടത് താഴെയാണ്. സോ നമുക്ക് ഏത് ആൻസർ ആണ് കിട്ടി, ഓപ്ഷൻ ഡി നമുക്ക് ആൻസർ ആണ് കിട്ടി കേട്ടോ. അപ്പൊ പാറ്റേൺ കംപ്ലീഷൻ നിങ്ങൾ ഇങ്ങനെ ശ്രദ്ധിച്ച് ചെയ്യുക. ഓക്കെ ആണല്ലോ, പാറ്റേൺ കംപ്ലീഷൻ ഓക്കെ അല്ലേ? ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്തത് ഏതിലാണ് വരുന്നത്, ഫിഗർ സീരീസ് കംപ്ലീഷൻ ആണ്. ഫിഗർ സീരീസ് കംപ്ലീഷൻ എല്ലാം ഒരു കണക്ഷൻ വെച്ചിട്ട് പോവാണല്ലേ. നമ്മൾ 2 4 6 8 എന്ന് പറയുന്നത് പോലെ തന്നെ ഇവർക്കൊരു കണക്ഷനിൽ പോവാണ്. നോക്കിയാൽ ആദ്യം ഒരു സർക്കിൾ ആയിരുന്നു, പിന്നെ ഒരു സർക്കിളും ഒരു ഇൻറ്റുവും കൂടെ തന്നു. പിന്നെ വന്നപ്പം ഒരു സർക്കിളും ഒരു ഇൻറ്റുവും ഒരു സർക്കിളുമായി. അപ്പൊ അടുത്തത് എന്തായിരിക്കും, ഒരു സർക്കിള് ഒരു ഇൻറ്റു, പിന്നെ ഒരു സർക്കിള് പിന്നെ ഒരു ഇൻറ്റു. അപ്പൊ അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോവാ അല്ലെ. ഒരു സർക്കിള് ഇൻറ്റു സർക്കിൾ വന്നു കഴിഞ്ഞാൽ അടുത്തത് എന്താ വരേണ്ടത്, ഇൻറ്റു വരണം. അപ്പൊ ഇതാണ്, ആദ്യം ഒരു സർക്കിൾ തന്നു, 1 2 ആയി. ഇവിടുത്തെ നമ്പേഴ്സ് വെച്ചും പറയണം. 1 2 ആയി, 2 എണ്ണം ഉള്ള ആളായി, പിന്നെ അത് 3 ആയി. അടുത്തത് വരുമ്പോൾ അവിടെ 4 ആൾക്കാർ ഉണ്ടായിരിക്കുകയും ചെയ്യണം, ഒന്ന് കൂടി വരികയും ചെയ്യണം. 1 പ്ലസ് ആയി അല്ലേ പോകുന്നത്, 1 പ്ലസ് ആയി. ഇവിടെ നിന്നും എന്തായി, 2 + 1 3 ആയി. ഇവിടെ നിന്നും +1 എന്തായി, 4 ആയില്ലേ. +1 ആഡ് ചെയ്ത് പോയി. അതേപോലെ തന്നെ ഇവർക്കൊരു ഫിഗർ സീരീസ് ആയിട്ടാണ് ആ ഒരു ഫിഗർ പോകുന്നത്. എങ്ങനെ, 0 അല്ലെങ്കിൽ സർക്കിളും ഒരു ഇൻറ്റു ഉണ്ടായിരുന്നു. അടുത്തതിൽ എന്തായി, സർക്കിള് ഇൻറ്റു കഴിഞ്ഞാൽ അടുത്തത് വരേണ്ടത് സർക്കിള്. അപ്പൊ നമുക്കറിയാം എന്താണ്, സർക്കിള് ഇൻറ്റു സർക്കിൾ കഴിഞ്ഞാൽ അടുത്തത് വരേണ്ടത് ഇൻറ്റു ആണ്. സോ അങ്ങനെ നമ്മൾ ഓപ്ഷൻസ് തിരഞ്ഞെടുക്കണം. നമുക്ക് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, സർക്കിൾ ഇൻറ്റു സർക്കിൾ ഇൻറ്റു. ഓക്കെ, അപ്പൊ ഇങ്ങനെ വേണം നിങ്ങൾ നോക്കാൻ. ഇനി അടുത്തത് നോക്കിക്കേ, അതിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, നമുക്കൊരു പെൻറ്റഗൺ തന്നിട്ടുണ്ട്. ഇവിടെ താഴെ ഒരു എക്സ് ഉണ്ട്, ഇവിടെ ഒരു ഹാഫ് സർക്കിൾ ഉണ്ട്, അതിനും ഉള്ളിലൊരു സർക്കിളും ഉണ്ട്. ഇനി ഇതിനെ നേരെ തിരിച്ചിട്ടു, ഈ തന്നിരിക്കുന്ന ഫിഗറിനെ നേരെ തിരിച്ചിട്ടു. എന്നിട്ട് എന്ത് ചെയ്തു, ഉള്ളിലുള്ള എക്സ് എന്ന് പറയുന്നത് 2 ആയി. തിരിച്ചിട്ട് കഴിഞ്ഞപ്പോൾ ഉള്ളിലുള്ള എക്സ് 2 ആയി.
അതാണ് അവിടുത്തെ റിലേഷൻ. ഇനി നോക്കിക്കേ അടുത്തത്, അതിനെ പിന്നെ നെവർ ഇട്ട് കഴിഞ്ഞപ്പം ഉള്ളിലുള്ള ആൾക്ക് എന്തായി? 3 ആയി. ഇവിടെ 1 ഇൻറ്റു ആയിരുന്നു ഉണ്ടായിരുന്നത്, അതിവിടെ വന്നപ്പോൾ 2 ഇൻറ്റു ആയി, ഇവിടെ വന്നപ്പോൾ അത് 3 ഇൻറ്റു ആയി. അടുത്തതിൽ വരുമ്പോൾ എങ്ങനെ പോയാലും അത് 4 ഇൻറ്റു അവിടെ ഉണ്ടാവണം. അപ്പം 4 ഇൻറ്റു ഉള്ള ഏതൊക്കെ ഫിഗർ ആണോ അതായിരിക്കും നമുക്ക് ആൻസറിൽ വരിക. ഈ 2 സ്ഥലത്ത് 4 ഇൻറ്റു ഉണ്ട്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ നെവരയായിരുന്നു, ഇവിടെ അതിനെ തിരിച്ചു, ഇത് നെവര വന്നു. അപ്പം ഇനി ഇതിനെ എന്ത് ചെയ്യണം? തിരിക്കണം. ഇത് തിരിച്ചു വരുമ്പോൾ ഉള്ള ഓപ്ഷൻ ഏതാ നമുക്ക് വരുന്നത്? ഓപ്ഷൻ സി ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരിക കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ ചെക്ക് ചെയ്താലേ നമുക്കിത് കറക്റ്റ് ആയിട്ട് ആൻസർ കിട്ടത്തുള്ളൂ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ? അടുത്ത ക്വസ്റ്റ്യൻ ഏതിലെയാ? അനലോഗി പാർട്ടിലെയാണ്. അനലോഗി എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. അനലോഗി എന്നുള്ള ക്വസ്റ്റ്യൻ നോക്കിക്കേ, ഒരു സർക്കിള്, അതിനുള്ളിൽ ഒരു ട്രപ്പീസിയം ഉണ്ട്, അടിയിൽ ഒരു ട്രയാങ്കിളും ഉണ്ട്. നമുക്ക് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ്, ഒരു സർക്കിള്, അതിനുള്ളിൽ ഒരു ട്രപ്പീസിയം, ഒരു ട്രയാങ്കിൾ. ഇനി അടുത്തതിൽ വന്നിരിക്കുമ്പോൾ എന്താ ചെയ്തിരിക്കണേ? ഈ ട്രയാങ്കിളിനെ എടുത്ത് ഈ ട്രപ്പീസിയത്തിന്റെ ഉള്ളിലേക്ക് എടുത്ത് വെച്ചു. ഇതിനെടുത്ത് ഇതിനുള്ളിലേക്ക് വെച്ചു. അപ്പോൾ അടിയിൽ കിടന്ന ആളെ എടുത്ത് മുകളിലുള്ള ആളുടെ ഉള്ളിലേക്ക് വെച്ചു. ഇനി അടുത്തതിൽ വരുമ്പോൾ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ഫിഗർ. എന്താ നമുക്ക് തന്നിട്ടുള്ളത്? ഒരു ട്രയാങ്കിളിന്റെ ഉള്ളിൽ ഒരു സ്ക്വയർ ഉണ്ട്, താഴെ ഒരു സർക്കിൾ ഉണ്ട്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ പ്രകാരം ഈ ഒരു റിലേഷൻ, അനലോഗി എന്ന് പറയുന്നതേ റിലേഷൻ ആണ്. ഇവർക്ക് എന്താണോ റിലേഷൻ അതിനെ വേണം നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ. അപ്പൊ ഇവിടുത്തെ റിലേഷൻ, ഈ താഴെ കിടക്കുന്ന ആൾ മുകളിലേക്ക് കയറി വന്നു, വേറെ ഒന്നുമില്ല. സോ അപ്പൊ ഇവിടെ നമ്മൾ വരുമ്പോഴും ട്രയാങ്കിൾ വരുന്നു, ഈ സ്ക്വയർ എന്താവുന്നു? മുകളിൽ അങ്ങനെ തന്നെ വരുന്നു, സർക്കിൾ ഇതിന് ഉള്ളിലേക്ക് വരുന്നു. അപ്പൊ നമുക്ക് ഏതാണ് ആൻസർ ആയിട്ട് എടുക്കാൻ പറ്റുക? ഒരു ട്രയാങ്കിൾ ഉണ്ട്, സ്ക്വയറിന്റെ ഉള്ളിലേക്ക് സർക്കിൾ കയറി വന്നു. സോ ഓപ്ഷൻ ബി ആയിരിക്കും നമുക്ക് ആൻസർ ആയിട്ട് വരും. അപ്പൊ ഇങ്ങനെ വേണം നിങ്ങൾ ചെക്ക് ചെയ്യാൻ. ഓക്കെ അല്ലേ? അപ്പൊ ഇതാണ് അനലോഗി പാർട്ടിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ അത് അനലോഗിയിലെ തന്നെയാണ്. ഇവിടെ ഒരു സ്ക്വയർ ഉണ്ട്, ഒരു സ്ക്വയർ നമുക്ക് തന്നിട്ടുണ്ട്, 4 ഡിവൈഡ് ചെയ്തു. എന്നിട്ട് ഇവിടെ ഇങ്ങനെ 6 ഇൻറ്റു തന്നു. അടുത്തതെന്ന് പറയുന്നത് ഈ സെയിം ഫിഗർ തന്നെ ഇത് കൂടാതെ ഇവിടുത്തെ റിലേഷൻ വരുന്നത് ഇതിന് തൊട്ടടുത്ത്, ഇങ്ങനെ തൊട്ടടുത്ത് കിടക്കുന്നതിനെ അഡ്ജസന്റ് എന്ന് പറയുന്നത് അല്ലേ? നമ്മൾ എല്ലാവരും ലൈൻസ് ആൻഡ് ആംഗിൾസിൽ പഠിച്ചിട്ടുണ്ട്. തൊട്ടടുത്തിരിക്കുന്ന, ഇപ്പൊ നമ്മുടെ ബെഞ്ചിന്റെ ഒക്കെ തൊട്ടടുത്തിരിക്കുന്ന ആൾ അഡ്ജസന്റ് ആയിട്ടിരിക്കുന്ന ആൾ നമ്മൾ പറയും, അല്ലെങ്കിൽ അഡ്ജസന്റ് ആംഗിൾസ് എന്നൊക്കെ നമ്മൾ അടുത്തടുത്തുള്ള ആൾക്കാരെ അഡ്ജസന്റ് ആംഗിൾസ് എന്ന് പറയും. അതേപോലെ ഇതിനോട് അഡ്ജസന്റ് ആയിട്ടിരിക്കുന്ന ബോക്സുകളിലാണ് എന്ത് വന്നിട്ടുള്ളത്? ഈ ഇൻഡു വന്നിട്ടുള്ളത്. തൊട്ടടുത്തിരിക്കുന്ന, അതിനോട് ചേർന്നിരിക്കുന്ന ആൾക്കാർ കണ്ടോ? അപ്പൊ ഈ 3 എണ്ണത്തിലാണ് വന്നിരിക്കുന്നത്. അപ്പൊ അതാണ് ഇവിടുത്തെ റിലേഷൻ. നമുക്ക് ഇനി തന്നിരിക്കുന്ന പടം എന്ന് പറഞ്ഞാൽ ഒരു സ്ക്വയർ 4 ഡിവൈഡ് ചെയ്തു, ഇവിടെ ഷെയ്ഡ് ചെയ്തു, എന്നിട്ട് ഈ റിലേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് വരണത് എങ്ങനെയാ? ഇതാണ് ഷെയ്ഡഡ് പോർഷൻ. അപ്പൊ ഇതിനോട് അഡ്ജസന്റ് ആയിട്ട് തൊട്ടടുത്തിരിക്കുന്ന 2 ആൾക്കാർ ആരൊക്കെയാ? ഇവിടെയും അതേപോലെ തന്നെ ഇവിടെ. അപ്പോൾ നമുക്ക് ഓപ്ഷൻ സി ആണ് ആൻസർ കിട്ടുക. അപ്പൊ ഇങ്ങനെ വേണം, അഡ്ജസന്റ് സൈഡ്സ് നോക്കിയിട്ട് വേണം നിങ്ങൾ ചെയ്യാൻ. ആരും എന്ത് ചെയ്യാൻ പാടില്ല? ഇവിടെ ഈ സൈഡിലായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഈ സൈഡിലേക്ക് വെക്കാൻ പാടില്ല. അവിടുത്തെ റിലേഷൻ എന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ വെക്കാവുള്ളൂ. അഡ്ജസന്റ് സൈഡ് എന്താണെന്ന് എല്ലാവരും ഒന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, സിമ്പിൾ ആണ്. എന്താ, നമ്മളെല്ലാവരും പസിൽ കളിക്കുന്ന ആൾക്കാരാണല്ലേ? അപ്പൊ എന്താ, ഇവിടെ എന്ത് വന്നാലാണ് ഇത് കംപ്ലീറ്റ് ആവുക എന്ന് നോക്കണം. അപ്പൊ നോക്കിയേ, ഇവിടെയൊക്കെ എപ്പോഴും നമുക്ക് ഒന്നെങ്കിൽ തരുന്ന ആൾക്കാരെന്ന് പറയുന്നത് സ്ക്വയറും അതേപോലെ തന്നെ ട്രയാങ്കിളും ആയിരിക്കും. ഈ 2 എണ്ണേ നിങ്ങൾക്ക് മെയിൻ ആയിട്ട് തരത്തുള്ളൂ. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റും, ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ഡൗട്ട് ആണെങ്കിൽ ഇങ്ങനെ ഒന്ന് വരച്ചു നോക്കിയാൽ മതി, നമുക്ക് ആൻസർ സുഖമായിട്ട് കിട്ടും. ഓപ്ഷൻ ബി ആണ് ആൻസർ. വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നിങ്ങൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ ഫില്ല് ചെയ്യുക. എന്തായാലും ഒന്നെങ്കിൽ ഇതേപോലെ ട്രയാങ്കിളിനെ പകുതിക്ക് വെച്ച് ഹാഫ് ആയിട്ട് തരുമായിരിക്കും ചെയ്യുക, ഇല്ലെങ്കിൽ നമുക്ക് ഇതേപോലെ സ്ക്വയർ ആയിരിക്കും തരിക.
അപ്പം നിങ്ങൾ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഒന്ന് വരച്ചിട്ട് ആൻസർ കണ്ടുപിടിക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. അടുത്ത ക്വസ്റ്റ്യനും ഇതൊരു സ്ക്വയറാണ്. ഈ ഒരു സ്ക്വയർ ഇങ്ങനെ കംപ്ലീറ്റ് ആവണം. ഇവിടെയാണ് ഇത് വരേണ്ടത്. അപ്പം എന്തായി, ഇവിടെ ഒരു ട്രയാങ്കിൾ വരണം. അപ്പം ഇങ്ങനെ ഒരു ട്രയാങ്കിൾ നമ്മുടെ ഓപ്ഷനിൽ എവിടെയുള്ളത്? ഓപ്ഷൻ സിയിലുണ്ട് നമുക്ക് കേട്ടോ, ഓപ്ഷൻ സിയിലുണ്ട്. സോ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് വന്നാൽ ഉടനെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെ വരച്ച് നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ആൻസർ കിട്ടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ മിറർ ഇമേജ് ആണ്. അപ്പൊ എല്ലാവർക്കും അറിയാം, ഞാൻ സ്റ്റാർട്ടിങ്ങിലെ പറഞ്ഞു നമുക്ക് കുറച്ച് റൂൾ ഉണ്ടെന്നല്ലേ. നമുക്ക് റൂൾ വെച്ച് പഠിക്കുന്ന ഒറ്റ ഒരാളേ ഉള്ളൂ, അത് നമ്മുടെ മിറർ ഇമേജ് ആണ്. മിറർ ഇമേജ് എന്ന് പറയുമ്പോൾ എന്താ, അതിന്റെ റൂൾ എന്താ? ലെഫ്റ്റിലുള്ള ആൾക്കാരെയൊക്കെ നമ്മൾ എങ്ങോട്ട് കൊണ്ടുവരണം? ലെഫ്റ്റിലുള്ള ആൾക്കാരെ എല്ലാം നമ്മൾ റൈറ്റിലേക്ക് കൊണ്ടുവരണം. റൈറ്റിലുള്ള ആൾക്കാരെയൊക്കെ നമ്മൾ ലെഫ്റ്റിലേക്ക് കൊണ്ടുവരണം. അപ്പർ പാർട്ടും ലോവർ പാർട്ടും എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. ഈ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, ഇത്ര ഉണ്ടെങ്കിൽ സുഖമായിട്ട് മിറർ ഇമേജ് ചെയ്യാം. നിങ്ങൾക്ക് ഫിഗേഴ്സിൽ ഇതേപോലെ ഫിഗർ ആയിട്ടും തരും, അല്ലെങ്കിൽ ഇതേപോലെ ആൽഫബെറ്റ്സിലും തരും. ഈ രണ്ട് രീതിയിലും നിങ്ങൾക്ക് എക്സാമിന് തരും. ഏത് വേണമെങ്കിലും നമുക്ക് വരാം കേട്ടോ. സോ അത് എല്ലാവരും അറിഞ്ഞിരിക്കണം. ഇങ്ക് എന്നാണ് നമുക്ക് തന്നിട്ടുള്ളത്. നോക്കിക്കേ, ഈ റൂൾ എല്ലാവരും ഓർത്ത് വെക്കാം കേട്ടോ. ഇങ്ക് INK ഇങ്ങനെയാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഈ കാണുന്ന XY ആണ് നമ്മുടെ മിറർ. XY ആണ് മിറർ. ഓക്കെ, എപ്പോഴും നിങ്ങൾക്ക് മിററിന് ഇങ്ങനെ തന്നിട്ടുണ്ടാവും കേട്ടോ. ഇനി XY എന്ന് കൊടുത്തിട്ടില്ല എങ്കിലും ഇങ്ങനെ തന്നിട്ടുണ്ടാവും നിങ്ങൾക്ക്. അതാണ് മിറർ. ലെഫ്റ്റിലുള്ള ആൾക്കാർ, ഇത് റൈറ്റിലുള്ള ആൾക്കാർ. അപ്പോൾ ലെഫ്റ്റിലുള്ള ആൾക്കാർ എങ്ങോട്ട് വരണം എന്നാണ് പറഞ്ഞത്? റൈറ്റിലേക്ക് പോകണം. ലെഫ്റ്റിലുള്ള ആൾക്കാർ റൈറ്റിൽ പോകണം, റൈറ്റിലുള്ള ആൾ ലെഫ്റ്റിൽ വരണം. അപ്പം നോക്കിക്കേ, ഇങ്ങോട്ട് ഫേസ് ചെയ്തിരിക്കുന്ന ആളാണ്. ഇത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക്. അപ്പം അത് എങ്ങോട്ട് വരണം? റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് വരണം. നോക്കിയാൽ ഈ ലൈൻ നമുക്ക് ഇവിടെ കൊടുക്കാം. ഈ പറഞ്ഞിരിക്കുന്ന ആൾ നേരെ ഇങ്ങനെ വരും. ഇതിനെടുത്ത് ഇങ്ങനെ വെച്ചാൽ കറക്റ്റായിട്ട് K നമുക്ക് കിട്ടൂലേ? കിട്ടും. ഇനി എന്നിനെ ആണെങ്കിലോ നോക്കി, നിങ്ങൾക്ക് ഡൗട്ട് ആണെങ്കിൽ സെപ്പറേറ്റ് ചെയ്ത് നോക്കണം. എന്നിനെ എടുക്കുവാണെങ്കിലോ എങ്ങനെ വരും? ഇങ്ങനെ വരില്ല. ഇങ്ങനെ വെച്ചാലേ കറക്റ്റ് N നമുക്ക് വരത്തുള്ളൂ. Iക്ക് ഒരു മാറ്റവും ഇല്ല. അപ്പോൾ INK ഇങ്ങനൊരു ഓപ്ഷൻ ഏതാണെന്ന് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യാം. ഇവിടെ K ആണ് ആദ്യം വന്നിരിക്കുന്നത് ഈ സൈഡിൽ. സോ നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഇവിടെ K ഉണ്ട്, N ഉണ്ട്, I ഉണ്ട്. ഇവിടെയും K ഉണ്ട്, N ഉണ്ട്, I ഉണ്ട്. പക്ഷേ ഈ N നമ്മുടെ ക്വസ്റ്റ്യനിലുള്ളത് പോലെ തന്നെയാണ്. സോ നമ്മൾ ക്യാൻസൽ ചെയ്യണം. അടുത്തതിലും എന്താണ്? KI നടുക്കാണ്. സോ നമുക്ക് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. അപ്പം ഇങ്ങനെ നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് ആൻസർ കറക്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരിക. ഡൗട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്ക്. ആൽഫബെറ്റ്സ് വരുന്നത് മാത്രം. ഫിഗേഴ്സ് ഒക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും. ഇനി ഫിഗേഴ്സിൽ കിട്ടാതെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലെ ബോക്സുകളിൽ ലൈൻസ് ഒരുപാട് തരും. എന്നിട്ട് ഈ ലൈൻസ് ഒക്കെ എങ്ങോട്ട് പ്ലേസ് ചെയ്യണം എന്നൊക്കെ ചോദിച്ചിട്ട് വരും. അങ്ങനെയൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് വരുമ്പോൾ നിങ്ങൾ ഓരോ ബോക്സ് ആയിട്ടൊന്ന് വരച്ച് നോക്കിക്കോ. അപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഓവർ ടൈം അതിന് വേണ്ടി കൊടുക്കരുത്. സിമ്പിൾ ടോപ്പിക്കാണ് കേട്ടോ. ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്തത് മിറർ ഇമേജിലെ തന്നെ ക്വസ്റ്റ്യൻ ആണ്. മിറർ ഇമേജിലെ ക്വസ്റ്റ്യൻ നമുക്ക് എന്തുണ്ട്? ഒരു സ്ക്വയർ തന്നിട്ടുണ്ട്, ഉള്ളിൽ ഒരു സർക്കിള്, ഇൻറ്റു പ്ലസ് ഡിവിഷൻ മൈനസ് ഉണ്ട്. ഇതിനെ മിററിന്റെ ഇപ്പുറ വരുമ്പോൾ എന്ത് വരുമെന്ന്? സ്ക്വയറിന് മാറ്റം എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, സ്ക്വയർ അങ്ങനെ തന്നെ കൊടുക്കുന്നു. സർക്കിളിന് എന്തെങ്കിലും മാറ്റം ഉണ്ടോ? ഇല്ല, സർക്കിളിന് മാറ്റം ഇല്ല. ഇനി ലെഫ്റ്റിലുള്ള ആൾക്കാരെല്ലാം റൈറ്റിലേക്ക് പോകണം, റൈറ്റിലുള്ള ആൾക്കാർ ലെഫ്റ്റിൽ വരണം, മുകളിലും താഴെയുള്ള ആൾക്കാരും അങ്ങനെ തന്നെ. അപ്പം മുകളിലും താഴെയുള്ള ആൾക്കാരെ നമുക്ക് ആദ്യമേ തന്നെ പ്ലേസ് ചെയ്യാം. അവർക്ക് ചേഞ്ച് ഒന്നുമില്ല, അവരങ്ങനെ തന്നെയാണ്. അപ്പം നോക്കിക്കേ, മൈനസും ഡിവിഷനും ഒരുമിച്ച് വരുന്നത് രണ്ട് ഓപ്ഷനുകളിലാണ് അല്ലേ? ഇതേ മൈനസ് ഡിവിഷൻ ഈ രണ്ടെണ്ണത്തിലും ഉണ്ട്. ഈ രണ്ടെണ്ണം നമുക്ക് ക്യാൻസൽ ചെയ്യാം, പറ്റില്ല എന്ന് നമുക്ക് മനസ്സിലാവും. ഓക്കെ, ഇനി നോക്കിക്കേ, ലെഫ്റ്റിലുള്ള ആള് ലെഫ്റ്റിലുള്ള ആള് റൈറ്റിലേക്ക് പോകണം. അപ്പം ഇൻറ്റു ഇവിടെ വരണം. ഇവിടെ കിടക്കുന്ന റൈറ്റിലെ ആള് ഇപ്പറേം വരണം. അപ്പം നമുക്ക് ഏതാണ് ഓപ്ഷൻ ആയിട്ട് വരിക?
ഓപ്ഷൻ കറക്റ്റ് ആയിട്ട് വരുന്നത് ഏതാ? ഓപ്ഷൻ സി ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരിക. അപ്പൊ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ചെയ്താൽ മിറർ ഇമേജ് എളുപ്പമായിരിക്കും. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഫോൾഡിങ്. പേപ്പർ ഫോൾഡിങ്ങിലെ ക്വസ്റ്റ്യൻ ഞാൻ എപ്പോഴും പറയുന്ന മെത്തേഡ് തന്നെയാണ്. ഇങ്ങനെ സ്ക്വയർ കാര്യങ്ങളൊക്കെ തന്നാൽ ഉടനെ തന്നെ അവിടെ സ്ക്വയർ വരയ്ക്കുക, എല്ലാത്തിലും സ്ക്വയർ വരയ്ക്കുക. എല്ലാത്തിലും സ്ക്വയർ വരയ്ക്കുക. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ ഫിഗറിൽ ഉള്ളതുപോലെ ഈ ഒരു ലൈനും കൂടെയും കൊടുക്കുക. നോക്കിക്കേ, ഈ ഒരു ഓപ്ഷൻ വരത്തില്ല, നമുക്ക് അവിടെ 2 ഡോട്ട്സ് ഉണ്ട്. ഇനി നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം, ഇവിടെ വന്നിരിക്കുന്ന ഈ 2 ഡോട്ട് ഇവിടെ വന്നാൽ ഇവിടെ നെവരെ വരും. ഇനി ഇത് അപ്പുറത്തെ സൈഡിലേക്ക് പോവുകയാണെങ്കിലോ 1 2 3 4 ഇങ്ങനെ പോകും. അപ്പൊ ഇങ്ങനെ പോവാത്ത ഓപ്ഷനുകളെല്ലാം നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റും. സോ അങ്ങനെ ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് ഓപ്ഷൻ ബി ആൻസർ എന്ന് കിട്ടും. നമ്മളല്ലാതെ ഓവർ ഒരു പേപ്പർ മൊത്തം അടക്കി ഹോളിട്ട് വെച്ചിരിക്കുന്നത് മൊത്തം ഓപ്പൺ ചെയ്ത് വരേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്താൽ നമുക്ക് സുഖമായിട്ട് കിട്ടും. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനും പേപ്പർ ഫോൾഡിങ്ങിൽ തന്നെയാണ്. ശ്രദ്ധിക്കണേ. നോക്കി, ഒരു സ്ക്വയർ പേപ്പർ തന്നിട്ടുണ്ട്, അതിന് ട്രയാങ്കിൾ പോലെ താഴത്തോട്ട് മടക്കി അതിനെ പിന്നെയും എന്ത് ചെയ്തു? ഈ ലെഫ്റ്റ് ഡൗൺ പാർട്ടിൽ നിന്ന് റൈറ്റ് ടോപ്പിലേക്ക് മടക്കി ഒരു ട്രയാങ്കിൾ പോലെ ആക്കി. എന്നിട്ട് ഇവിടെ ഒരു കട്ട് കൊടുത്തു, ഇതേപോലെ ഒരു കട്ട് കൊടുത്തു. ഇനി ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിൽ എങ്ങനെ വരും? അപ്പൊ ഞാൻ പറഞ്ഞു സ്ക്വയർ പോലെ ഫിഗർ തന്നെങ്കിൽ സ്ക്വയർ രീതിയിൽ കട്ട് ചെയ്യുക, ട്രയാങ്കിൾ പോലെയാണെങ്കിൽ ട്രയാങ്കിൾ രീതിയിൽ കട്ട് ചെയ്യുക. സോ ഇവരെ എല്ലാവരെയും കട്ട് ചെയ്യാം. ഇവിടെ നമുക്കുണ്ട്, ഇതും നമ്മൾ അങ്ങനെ തന്നെ കട്ട് ചെയ്യുക. ലാസ്റ്റത്തെ ഫിഗർ കറക്റ്റ് ആയിട്ട് സ്ക്വയർ, ഇവിടെ സ്ക്വയർ ആണെന്നും പറഞ്ഞ് എല്ലാവരും സ്ക്വയറിൽ തന്നെ പടം സ്ക്വയർ ആണെന്നും പറഞ്ഞിട്ടല്ല, ഇവിടെ വന്നിരിക്കുന്ന കട്ടിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ കട്ട് വരയ്ക്കുന്നത് കേട്ടോ. റെക്റ്റാങ്കിൾ മോഡലിലാണോ കട്ട് ചെയ്യേണ്ടത്, എക്സ് മോഡലിലാണോ സ്ക്വയർ മോഡലിലാണോ എന്നുള്ളത് സ്ക്വയറിലെ പടം കണ്ടിട്ടല്ല, അതിനുള്ളിൽ കട്ട് ചെയ്തിരിക്കുന്നത്. നേരത്തെ പടത്തിൽ എങ്ങനെയാണ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഒന്ന് നോക്കിക്കേ, നേരത്തെ പടത്തിൽ എങ്ങനെയാണ് കട്ട് ചെയ്തേ? ഇങ്ങനെയായിരുന്നു നമുക്ക് പടം തന്നിരുന്നത് അല്ലേ? ഇങ്ങനെയായിരുന്നു പടം തന്നിരുന്നത്. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ നേരെ തിരിച്ച് കട്ട് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ എക്സ് പോലെയാണ് കട്ട് ചെയ്തിട്ടുള്ളത് അല്ലേ? എക്സ് പോലെയാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ അതിനനുസരിച്ച് മാനേജ് ചെയ്ത് കട്ട് ചെയ്യണം കേട്ടോ, എങ്കിൽ മാത്രമേ നമുക്ക് ആൻസർ കറക്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ. അപ്പൊ ഇനി എല്ലാവരും ഒന്ന് പോസ് ചെയ്ത് വെച്ചിട്ട് തന്നെ നോക്കണം കേട്ടോ. ഇങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ഒരാള് ഇവിടെ ഏത് ഓപ്ഷനിലാണ് കറക്റ്റ് ആയിട്ട് കട്ട് ചെയ്തത് കാണാൻ പറ്റുന്നത്? ഈ ഒരു ട്രയാങ്കിൾ എവിടെയാണ് കട്ട് ചെയ്തത് കാണാൻ പറ്റുന്നത്? ഒറ്റ ഒരാളുടെ അടുത്തേ കാണാൻ പറ്റുന്നുള്ളൂ, അത് ഓപ്ഷൻ ഡി ആണ്. സോ ആൻസർ ഇതാണ്, ആൻസർ ഓപ്ഷൻ ഡി ആണ്. ബാക്കി എല്ലാ ആൾക്കാരും റോങ് ആൻസേഴ്സ് ആണ് അല്ലേ? ബാക്കി എല്ലാം റോങ് ആൻസേഴ്സ് ആണ്. കാരണം എന്താ? ഇവിടെ വന്നു കഴിയുമ്പോൾ ഈ വന്നിരിക്കുന്നയാള് നേരെ മുകളിലേക്ക് വരുമ്പോൾ ഇതേപോലെയാണോ വരിക? അല്ല. സോ അത് നമുക്ക് ആദ്യമേ കട്ട് ചെയ്ത് കളയാൻ പറ്റും. നമുക്ക് ഇവിടെ എങ്ങനെയാണോ വന്നിട്ടുള്ളത് അതേപോലെ ആയിരിക്കും ബാക്കിയുള്ള സൈഡുകളിലും വരുന്നത്. ഓപ്ഷൻ ഡി ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരിക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എല്ലാവരെയും കൂടെ കൂട്ടി യോജിപ്പിക്കുക അല്ലേ? ഇതും ആദ്യത്തെ പോലെ തന്നെ പസിൽ പോലെ തന്നെ എല്ലാവരെയും കൂടെ കൂട്ടി യോജിപ്പിക്കുക. അപ്പൊ നമ്മൾ ഇത് പഠിക്കാൻ നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട് എല്ലാവർക്കും നമ്പർ ഇട്ട് കൊടുക്കണമെന്നല്ലേ? എല്ലാവർക്കും നമ്പർ ഇട്ട് കൊടുക്കാം. ഒന്നെങ്കിൽ നമ്പർ അല്ലെങ്കിൽ എ ബി സി ഡി ഇ ഇങ്ങനെ ഇട്ട് കൊടുക്കാനും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ നോക്കിക്കേ, ഇതിൽ വൺ എവിടെയാണെന്ന് ആദ്യം കണ്ടുപിടിക്കുക. 1 എവിടെയൊക്കെയുണ്ട്? ഇവിടെ ഉണ്ടോ? അതിന് മുമ്പ് 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 എല്ലാം 4 ആണ്. അപ്പൊ നമുക്ക് അങ്ങനെ നമ്പർ വെച്ചിട്ട് 4ൽ കൂടുതൽ ഫിഗേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് അവരെ കട്ട് ചെയ്ത് കളയാം ആദ്യം. അതിവിടെ പറ്റത്തില്ല. അപ്പൊ ആദ്യമേ നമ്മൾ 1 2 നോക്കുക. ഇവിടെ ഒരാളുണ്ട്, ഒരു ട്രയാങ്കിൾ ഇവിടെയുണ്ട്, ഇവിടെ നമുക്ക് വരുന്നുണ്ട് പക്ഷെ തിരിഞ്ഞാണെന്ന് മാത്രം. ഇവിടെ ഇല്ല, ഇവിടെ ഉണ്ട് പക്ഷെ വേറെ ഓപ്ഷൻസ് നമുക്ക് വരുന്നില്ല. സോ നമ്മൾ കട്ട് ചെയ്തു. ഇനി 2ഉം 3ഉം ഒന്ന് നോക്കിക്കേ. 2ഉം 3 രണ്ട് ചെറിയ ആൾക്കാരെ, ഇവിടെ വലിയ ആൾക്കാരാണ്, ഇവിടെയും വലിയ ആൾക്കാരാണ്. സോ നമുക്ക് എന്ത് പറയാം? ഇത് 1 2 3 and 4 കണ്ടോ? അപ്പൊ ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് കിട്ടും. ആദ്യം ഒരെണ്ണം നിങ്ങൾ നോക്കിപ്പോ, എവിടെയെങ്കിലും കിട്ടി അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത ആൾക്കാരെ എടുക്കുക. ചെറിയ ആൾക്കാരെ ഇവിടെ നമുക്ക് സ്പെസിഫൈ ചെയ്ത് ഇവരെ നോക്കാൻ പറ്റും. കാരണം ഇവിടെ 2 വലുതാണ്, ഇവിടെ അങ്ങനത്തെ ഒരു ആൾക്കാരെ പറയണില്ല.
അവിടെ ഒരാൾ ചെറുതും ഒരാൾ വലുതും. അപ്പം നമുക്ക് വേണ്ടത് കറക്റ്റ് ആയിട്ടുള്ള 2 റെക്റ്റാങ്കിളുകളാണ്. അതുള്ളത് ഓപ്ഷൻ ബിയിൽ മാത്രമാണ്. ഇനി അടുത്ത ഫിഗർ നോക്കിക്കേ. അടുത്ത ക്വസ്റ്റ്യനിലെ ABCDE ഉണ്ട്. ഇത് നമ്മൾ പ്ലേസ് ചെയ്യണം. സുഖമായിട്ട് പ്ലേസ് ചെയ്യാൻ പറ്റും. ഇത് രണ്ടും വരത്തില്ലെന്ന് നമുക്കറിയാം. ഇവിടെ 2 എണ്ണം ചെറുതാണ്, ഇവിടെ നമുക്ക് 2 എണ്ണം ഈക്വൽ സൈസിൽ വലുതായിട്ടുള്ള ആൾക്കാരാണ്. സോ നോക്കിക്കേ, നമുക്ക് പറയുവാണെങ്കിൽ ABCDE കിട്ടിയില്ലേ? ABCDE എല്ലാവരെയും കിട്ടിയില്ലേ? സോ ഓപ്ഷൻ ബി ആയിരിക്കും നമുക്ക് ആൻസർ ആയിട്ട് വരാം. അപ്പോൾ നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ എംബഡഡ് ഫിഗേഴ്സ് ആണ്. ഒളിച്ചിരിക്കുന്ന ആളെ കണ്ടെത്തുക. ഓക്കെ, അപ്പം ഇനി മുതലുള്ള എല്ലാ ദിവസങ്ങളും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് മാത്രമാണ് സത്യം പറഞ്ഞാൽ ചെയ്യേണ്ടത്. മെൻ്റൽ എബിലിറ്റിക്ക് ആരും ഇരുന്ന് ആദ്യം മുതലുള്ള നമ്മുടെ ആൻറ്റി ക്ലോക്ക് വൈസ് എന്താണ്, ക്ലോക്ക് വൈസ് എന്താണ്, ഇങ്ങനെയുള്ളതൊന്നും കാണാതെ എഴുതി പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാവരും പ്രാക്ടീസ് ചെയ്യുക. എത്ര ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നോ അത്രോ റാങ്ക് നിങ്ങളുടെ മുകളിലേക്ക് കയറി വരും. അപ്പം നോക്കിക്കത്, ഇങ്ങനെയുള്ള ഒരാൾ എവിടെയാണെന്നാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. ഇപ്പം ഇയാൾ എവിടെയാണ് ഇരിക്കുന്നതെന്ന് നോക്കുക. ഇവിടെ നമുക്ക് വരത്തില്ല, ഓപ്ഷൻ എയിൽ വരില്ല, ഓപ്ഷൻ ഡിയിലും വരത്തില്ല, നമുക്ക് കട്ട് ചെയ്ത് കളയേണ്ടി വരും. ഓക്കെ, ഇനി ഇവിടെ വരുവാണെങ്കിൽ തന്നെ ഇങ്ങനെ വന്നു, ഇങ്ങനെ പോയി, ഇങ്ങനെ വന്നു, ഉള്ളിലേക്കില്ല. സോ ഇതും കട്ട് ചെയ്ത് കളഞ്ഞു. ഇനി നമുക്കുള്ളത് ഇവിടെയാണ്. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, നേരെ മുകളിലോട്ട് പോയി, നേരെ താഴത്തോട്ട് വന്നു, നേരെ ഇങ്ങോട്ട് പോയി. സോ ഓപ്ഷൻ ബി നമുക്ക് ആൻസർ ആയിട്ട് വരും. അടുത്ത ഫിഗർ എടുക്കുവാണെങ്കിൽ ഇതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. എയിലില്ല, ബിയിലുണ്ടോ? ബിയിലില്ല. സി ഓർ ഡി ഏതാണ് നമുക്ക് എടുക്കാൻ പറ്റുക നോക്കി. എ പോലെ വന്നിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. ഇനി ഈ ഒരു ഓപ്ഷനിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ പോലെ വരുന്നത്. സോ നമുക്കത് പോസിബിൾ അല്ല. സോ നമുക്ക് ഏത് എടുക്കാൻ പറ്റത്തുള്ളൂ? ഓപ്ഷൻ സി എ എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ഇങ്ങനെ വേണം എംബഡഡ് ഫിഗേഴ്സ് കണ്ടുപിടിക്കാൻ. ഓക്കെ അല്ലേ? അപ്പം എല്ലാവരും കുറേ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. ഒരു ദിവസം 10 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 20 ക്വസ്റ്റ്യൻ വെച്ചിട്ട് നിങ്ങൾ നിർത്തരുത്. എല്ലാവരും മിനിമം ഒരു 50 ക്വസ്റ്റ്യൻ എങ്കിലും മെൻ്റൽ എബിലിറ്റിയിൽ ഡെയിലി പ്രാക്ടീസ് ചെയ്യണം. ഇനി ചെയ്ത് കഴിഞ്ഞു, ഒരു ബുക്ക് കഴിഞ്ഞു, നമ്മുടെ ആക്ടിവിറ്റി ബുക്ക് കഴിഞ്ഞു, ഇനി അടച്ചു വെക്കുമല്ല, അത് തുടങ്ങണം ആദ്യം മുതലേ തന്നെ. നമ്മളെ എക്സാം വരെ ഇനി ചെയ്ത് തന്നെ പോകണം. പഠിച്ച കാര്യങ്ങളൊക്കെ ഒരു ദിവസം ഗ്യാപ്പ് പോലും വരാതെ അത് ഇപ്പം എന്താ പറയുക, 10 ചാപ്റ്റർ തീർത്തെങ്കിൽ ദെൻ അടുത്ത 11ാമത്തെ ദിവസം ആ ഫസ്റ്റ് ചാപ്റ്റർ പിന്നെ എടുത്ത് നമ്മൾ കണ്ടിന്യൂ ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് പറ്റത്തുള്ളൂ കേട്ടോ. ഈ ഒരു 50 ക്വസ്റ്റ്യൻ ചെയ്യാൻ നിങ്ങൾക്ക് ഒത്തിരി സമയമൊന്നും വേണ്ടല്ലോ. നിങ്ങൾ എല്ലാവരും എന്താ പറയുക, ഒരു അരമണിക്കൂറിനുള്ളിൽ ചെയ്ത് തീർക്കാനായിട്ട് ശ്രദ്ധിക്കുകയും ചെയ്യാം. ഓക്കെ, നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാനായിട്ട് നമ്മുടെ ബോർഡ് നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി. 9496949929 ഈ നമ്പറിൽ വിളിച്ച് എല്ലാവരും എൻക്വയറി എടുക്കുക കേട്ടോ. അപ്പോൾ അവർ കറക്റ്റ് ഡീറ്റെയിൽസ് പറഞ്ഞു തരും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. Stay tuned.